ലവ്ലി ഷോട്ട്സിൻ്റെ LP UP LDC പരീക്ഷകളുടെ മറ്റൊരു മോക്ക് ടെസ്റ്റിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ICDSൻ്റെ പൂർണ്ണരൂപം. ICDSൻ്റെ പൂർണ്ണരൂപം എന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം. ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം എന്നാണ് ICDSൻ്റെ പൂർണ്ണമായ രൂപം. ICDSൻ്റെ പൂർണ്ണമായ രൂപമാണ് ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം. എലീസ ടെസ്റ്റ് അല്ലെങ്കിൽ എലീസ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് വേണ്ടിയുള്ളതാണ്? ഏത് രോഗം നിർണ്ണയിക്കാനാണ് എലീസ ടെസ്റ്റ് നടത്തുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എയ്ഡ്സ് രോഗം നിർണ്ണയിക്കാനാണ് എലീസ ടെസ്റ്റ് നടത്തുന്നത്. എലീസ ടെസ്റ്റ് എയ്ഡ്സ് രോഗം നിർണ്ണയിക്കാനാണ്. പോൾ വാൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്കായതിനാൽ പരിക്ക് ഏൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന ന്യൂട്ടൻ്റെ നിയമം ഏതാണ്? പോൾ വാൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്കായതിനാൽ പരിക്കേൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന ന്യൂട്ടൻ്റെ നിയമം ഏതാണ്? ആൻസർ ബി ആണ്. രണ്ടാം ചലന നിയമം. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ആണ്. ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമമാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്. പോൾ വാൾട്ട് താരം ചാടി വീഴുന്നത് ഒരു ഫോം ബെഡിലേക്കായതിനാൽ പരിക്കേൽക്കുന്നില്ല. ഇവിടെ പ്രയോജനപ്പെടുത്തുന്ന ന്യൂട്ടൻ്റെ നിയമമാണ് ന്യൂട്ടൻ്റെ രണ്ടാം ചലന നിയമം, സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ആൻസർ ഓപ്ഷൻ ബി ആണ്. കണ്ണടക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയത് 2D എന്നാണ്. ഇത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ലെൻസാണ്? കണ്ണടക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയത് 2D എന്നാണ്. ഇത് താഴെ സൂചിപ്പിക്കുന്നതിൽ ഏത് ലെൻസാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസ്. 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസിനെയാണ് 2D അല്ലെങ്കിൽ /2D എന്ന് എഴുതിയിരിക്കുന്നത്. 50 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസാണ് 2D എന്ന രൂപത്തിൽ കണ്ണടക്കുള്ള കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹീറ്റിംഗ് കോയിലുകൾ പലപ്പോഴും നിക്രോം ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. നിക്രോമിൻ്റെ താഴെ സൂചിപ്പിക്കുന്ന ഏതെല്ലാം മേന്മകളാണ് വൈദ്യുത താപന ഉപകരണങ്ങളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഹീറ്റിംഗ് കോയിലുകൾ പലപ്പോഴും നിക്രോം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിക്രോമിൻ്റെ താഴെ സൂചിപ്പിക്കുന്ന ഏതെല്ലാം മേന്മകളാണ് വൈദ്യുത താപന ഉപകരണങ്ങളിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം. 1, 2, 3. അതായത് ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഉയർന്ന ദ്രവണാകമുണ്ട്, ചുവന്ന് ചുട്ടുപഴുത്ത് ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിലനിൽക്കാനുള്ള കഴിവുണ്ട്. അതായത് നിക്രോമിന് ഈ പറഞ്ഞ കഴിവുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വൈദ്യുത താപന ഉപകരണങ്ങളിൽ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ഉണ്ട്. ഉയർന്ന റെസിസ്റ്റിവിറ്റി ഉണ്ട്, ഉയർന്ന ദ്രവണാകമുണ്ട്, ചുവന്ന് ചുട്ടുപഴുത്ത് ഓക്സീകരിക്കപ്പെടാതെ ദീർഘനേരം നിൽക്കാനുള്ള കഴിവും ഉണ്ട്. അപ്പോൾ ആൻസർ 1, 2, 3. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2022 നവംബറിൽ PSLV C-54 ഭ്രമണപഥത്തിലെത്തിച്ച ഉപഗ്രഹം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? 2022 നവംബറിൽ PSLV C-54 ഭ്രമണപഥത്തിലെത്തിച്ച ഉപഗ്രഹം താഴെ സൂചിപ്പിക്കുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. EOS 06. EOS 06 ആണ് 2022 നവംബറിൽ PSLV C-54 ഭ്രമണപഥത്തിലെത്തിച്ചത്. ആൻസർ EOS
0.06. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തവ ഏത്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തവ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തവയാണ് ജെർമേനിയം, അതേപോലെ തന്നെ സിലിക്കൺ, ബോറോൺ. ജെർമേനിയവും സിലിക്കണും ബോറോണും ഇത് ലോഹങ്ങളുടെ വിഭാഗത്തിൽ പെടാത്തവയാണ്. സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ് ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ് ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? ആൻസർ ഷെൽ നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ സബ് ഷെല്ലുകളുടെ ഇടതുവശത്ത് ചേർക്കുന്ന സംഖ്യ ഷെൽ നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. ഏതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നതിൻ്റെ ആൻസറാണ് ഷെൽ നമ്പറിനെയാണ് സൂചിപ്പിക്കുന്നത്. ആൻസർ ഷെൽ നമ്പർ, ഓപ്ഷൻ സി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹസങ്കരമായ അൽനിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം ഏത്? അൽനിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ക്രോമിയമാണ് അടങ്ങിയിട്ടില്ലാത്തത്. അതായത് അൽനിക്കോയിൽ അലുമിനിയം ഉണ്ട്, നിക്കലുണ്ട്, അതേപോലെ തന്നെ ഫെറം അയേൺ ഉണ്ട്, ക്രോമിയം അതിൽ അടങ്ങിയിട്ടില്ല. അപ്പോൾ അൽനിക്കോയിൽ അടങ്ങിയിട്ടില്ലാത്ത മൂലകമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ക്രോമിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ബോക്സൈറ്റിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗമാണ് ആൻസർ ഓപ്ഷൻ സി ആണ്, ലീച്ചിങ്. ബോക്സൈറ്റിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ലീച്ചിങ് ആണ്. ലീച്ചിങ്ങിലൂടെയാണ് ബോക്സൈറ്റ് സാന്ദ്രണം ചെയ്തെടുക്കുന്നത്. ബോക്സൈറ്റിൻ്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ലീച്ചിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഉയിരിൻ കൊലക്കുടുക്കാക്കാവും കയറിനെ യുയിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ഈ വരിയുടെ രചയിതാവാര്? ഉയിരിൻ കൊലക്കുടുക്കാക്കാവും കയറിനെ യുയിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ഈ വരിയുടെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ വരികളാണ് ഇത്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. 46ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികളേവ? ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 4ഉം ശരിയായ ജോഡികളാണ്. 2, 4. അതായത് പാവക്കുട്ടി എഴുതിയിരിക്കുന്നത് ഗ്രേസിയാണ്. 4 എൻ്റെ വഴിയമ്പലങ്ങൾ SK പൊറ്റക്കാട്. ഇത് രണ്ടുമാണ് ശരിയായ ജോഡികൾ. ഖബറും അനർഘ നിമിഷവും തെറ്റായ ജോഡിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഖബർ എഴുതിയിരിക്കുന്നത് KR മീരയാണ്. അനർഘ നിമിഷം എഴുതിയിരിക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ്. അനർഘ നിമിഷം വൈക്കം മുഹമ്മദ് ബഷീർ, ഖബർ KR മീര. ഇത് രണ്ടും തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ശരിയായ ജോഡിയാണ് 2ഉം 4ഉം. അതായത് പാവക്കുട്ടി, ഗ്രേസി, എൻ്റെ വഴിയമ്പലങ്ങൾ, SK പൊറ്റക്കാട്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. മഞ്ജുതരം ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, ആത്മകഥ. മഞ്ജുതരം ആത്മകഥ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. മഞ്ജുതരം ഏത് സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ആത്മകഥയിലാണ് ഉൾപ്പെടുന്നത്. കലാമണ്ഡലം ഹൈദരാലിയുടെ ആത്മകഥയാണ് മഞ്ജുതരം. 48. കലാമണ്ഡലം ഹൈദരാലിയുടെ ആത്മകഥയാണ് മഞ്ജുതരം. അപ്പോൾ
ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? ആത്മകഥാ വിഭാഗത്തിൽ പെടുന്നതാണ് മഞ്ചിത്തരം. എഴുതിയിരിക്കുന്നത് കലാമണ്ഡലം ഹൈദരാലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തതേത്? തന്നിരിക്കുന്ന ചിത്രങ്ങളിൽ സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തത് ഏതാണ്? ആൻസർ ദ ക്രിയേഷൻ ഓഫ് ആദം. ദി ക്രിയേഷൻ ഓഫ് ആദം എന്നത് സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തതാണ്. ഗോൾഡൻ ഏജ്, പേഴ്സിസ്റ്റൻസ് ഓഫ് മെമ്മറി, മെൽറ്റിംഗ് വാച്ചസ് ഇത് മൂന്നും സാൽവദോർ ദാലിയുടെ രചനകളാണ്. ദ ക്രിയേഷൻ ഓഫ് ആദം എന്നത് അദ്ദേഹത്തിൻ്റെ രചനയല്ല. ദ ക്രിയേഷൻ ഓഫ് ആദം വരച്ചിരിക്കുന്നത് മൈക്കൽ ആഞ്ചലോയാണ്. ദ ക്രിയേഷൻ ഓഫ് ആദം എന്ന ചിത്രത്തിൻ്റെ രചയിതാവ് മൈക്കൽ ആഞ്ചലോ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. അദ്ദേഹത്തിൻ്റെ രചനയില്ലാത്തത്, സാൽവദോർ ദാലിയുടെ രചനയില്ലാത്തതാണ് ദ ക്രിയേഷൻ ഓഫ് ആദം. 2022 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി ഏത്? 2022 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, നൃത്തം ചെയ്യുന്ന കുടകളാണ് 2022 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി. ഇത് എഴുതിയിരിക്കുന്നത് എം മുകുന്ദനാണ്. നോവലാണ്, എം മുകുന്ദൻ്റെ നോവലാണ് നൃത്തം ചെയ്യുന്ന കുടകൾ. 2022 ബഷീർ പുരസ്കാരം ലഭിച്ച കൃതി നൃത്തം ചെയ്യുന്ന കുടകളാണ്. ഇത് എഴുതിയിരിക്കുന്നത് എം മുകുന്ദൻ. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഏകദേശം 15ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. 20ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ 20ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. +2 ലെവൽ മെയിൻ പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ പേപ്പറിലെ മുഴുവൻ GK ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഇതിൽ ബാക്കിയുള്ളത് മാത്സ് ക്വസ്റ്റ്യനും ഇംഗ്ലീഷ് ക്വസ്റ്റ്യനും അതേപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇംഗ്ലീഷും അതേപോലെ തന്നെ മലയാളവും മറ്റു വീഡിയോകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.